ഹലോ അസ്സലാമു അലൈക്കും. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോയുമായിട്ട് കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടോ എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. ഒപ്പം വളരെ ഒത്തിരി വലിയ വീഡിയോ ഒന്നുമില്ല, ചെറിയ വീഡിയോ ആണ്, കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് രാവിലെ തന്നെ ഒരു 4:30 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ചോറ് വെച്ചു, നമ്മുടെ ക്യാരറ്റ് മെഴുക്കുവരട്ടി വെച്ചു, വെള്ളം തിളപ്പിച്ചു, അങ്ങനെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ മക്കൾക്ക് രാവിലെ കഴിക്കാൻ അവൽ നനച്ച് വെച്ചു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പപ്പടം പൊരിക്കാൻ നിന്ന് കേട്ടോ. അപ്പം പപ്പടം മക്കൾക്ക് മാത്രമല്ല മക്കളുടെ സ്കൂളിലത്തേക്കൊന്ന് ആയി വന്നു കേട്ടോ. മക്കളുടെ കൂട്ടുകാരികൾക്കും കൂടെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയും കൂടെയാണ് ഇതെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഉറക്കമൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ പറയുന്നതൊക്കെ നാക്കൊക്കെ കുഴഞ്ഞു പോകുന്നു. അപ്പോൾ ഇന്ന് മക്കൾ വേറൊരു സ്ഥലത്ത്, സേനാവതി എന്ന സ്ഥലത്ത് ഒരു മത്സരത്തിന് പോവാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ നിന്ന് 7 മണിക്ക് പോകണം. ഇവിടെ നിന്ന് ഒരു 6:15 ആകുമ്പോഴത്തേക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അതിനുള്ള ധൃതി വെച്ചുള്ള പരിപാടികളാണ്. അപ്പോൾ ഇന്ന് തിളപ്പിച്ച വെള്ളം വേണ്ട, ടാങ്ക് ഇളക്കിയാൽ മതി എന്ന് വെച്ചാൽ മത്സരമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുടിക്കേണ്ട മക്കൾക്ക് എല്ലാവർക്കും കൂടെ അതിന് വേണ്ടി ഇന്ന് ഈ വെള്ളമാണ് കലക്കി കൊടുത്ത് വിടുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചു. അതിൻ്റെ കൂടെ തന്നെ കടിഞ്ചായ ഇട്ട് വെച്ചു, അവലൊക്കെ നനച്ച് വെച്ചു റെഡിയാക്കി. വെള്ളം തിളപ്പിച്ച് ഞാൻ വെള്ളം കൊടുക്കാൻ വേണ്ടി വെള്ളം തിളപ്പിച്ച് റെഡിയാക്കി വെച്ചാന്ന്. അപ്പോഴാണ് മക്കൾ പറഞ്ഞത് അത് വേണ്ട ഇത് മതിയെന്ന് കേട്ടോ. അങ്ങനെ പിന്നെ മക്കൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ വെള്ളമൊക്കെ കലക്കി നമ്മുടെ കുപ്പിയിലൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. അപ്പോൾ മക്കൾ കുളിച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കയറി വന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ മക്കൾക്ക് ചായ കൊടുക്കുകയാണേ. അങ്ങനെ ചായ എടുത്ത് വെച്ചു. അപ്പം കഴിക്കാനൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് ഇച്ചിരി അവലൊക്കെ തീറ്റിച്ച് വിടുന്നുണ്ട് കേട്ടോ. വണ്ടിയിൽ നിന്ന് യാത്ര ചെയ്ത് പോകണ്ടല്ലേ. അപ്പോൾ നമ്മുടെ പാളയംതോടൻ പഴവും ഏലക്കയും ജീരകമൊക്കെ ചേർത്ത് നല്ലതായിട്ട് നനച്ചെടുത്താക്കുന്ന അവലാണ് കേട്ടോ. അപ്പം പിന്നെ അതിന് ശേഷം ഞാൻ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള ചോറെടുത്ത് ചോറും നമ്മുടെ ക്യാരറ്റ് മെഴുക്കുവരട്ടിയുമാണ് ഇന്ന് കേട്ടോ. പിന്നെ പപ്പടം ഇതിൽ ചോറിലൊന്നും വെക്കേണ്ട, സെപ്പറേറ്റ് കവറിലെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കവറിലെടുത്തിട്ട് പിന്നെ സീൽ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം പൊടിഞ്ഞും പോത്തില്ല, പൊടിഞ്ഞാൽ തന്നെ അതിൽ തന്നെ കിടന്നോളുമല്ലോ. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇത്ര യാത്രയൊക്കെ ചെയ്ത് പോകുമ്പോൾ ബസ്സിലാണോ ഇനി സ്കൂളിൽ ജീപ്പുണ്ട് ഇനി അതിലാണോ പോകുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. ഇനി അവിടെ ചെന്നാൽ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇതൊന്നും എടുത്ത് വെച്ച് മക്കളെ ഒരുക്കി വിട്ടാൽ പോരാ, ഞാൻ സ്കൂളിൽ ചെല്ലുവാൻ വേണം കേട്ടോ. കൊണ്ടുവിടണമെന്ന് പറഞ്ഞു മക്കളെ. അങ്ങനെ പിന്നെ അതിനും പോയി നല്ല അതിനൊക്കെ പോകണമെന്ന് ഓർത്ത് വെച്ചിരിക്കുവാണേ. അപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 5:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് നേരം ബാക്കിയുണ്ട്. അപ്പോൾ ഇച്ചിരി നേരം ഞാനൊന്ന് കിടക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ മക്കൾ ഒരുങ്ങി കഴിയുമ്പോഴത്തേക്ക് വിളിക്കാൻ പറഞ്ഞു. ഞാനൊന്ന് കിടന്നങ്ങനെ അതിന് ശേഷം വന്ന് വീടും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി. അപ്പം ചെറുക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു സ്കൂളിൽ പോകാൻ. അപ്പം മുറ്റത്തൊക്കെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെയിൽ കണ്ടപ്പം തന്നെ വളരെയധികം സന്തോഷം തോന്നി. അതിന് ശേഷം ഞാൻ എല്ലാം ഒതുക്കി പറക്കി ചെറുക്കായിയെ സ്കൂളിൽ വിട്ടു. അതിന് ശേഷം വന്നിട്ട് പാത്രം കഴുകാൻ നിന്ന് കേട്ടോ. പാത്രം കഴുകാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് തീ കൊളുത്തിയിട്ടുണ്ട്. ചൂടായിരിക്കുമല്ലോ ഇതെല്ലാം കഴുകി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക്. എന്നാൽ ഈ പാത്രം കഴുകി വെച്ചിട്ട് നിൽക്കാമെന്ന് ഓർത്തില്ലെങ്കിൽ ഇതുകൂടെ കൂടി വൈകിട്ടാകുമ്പോഴത്തേക്ക് ആകപ്പാട് തലവേദന ഒരു ഇന്ന പാത്രം കാണും കഴുകാൻ കേട്ടോ. അപ്പോൾ എന്നാൽ ധൃതി വെച്ച് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ പോയി ഇതൊന്ന് രജിസ്റ്റർ ചെയ്യണം ഞാൻ ചെയ്യുന്ന ഈ കേറ്ററിങ്ങിൻ്റെ ഇത്. അപ്പോൾ അതിന് ആദ്യം തന്നെ ബാനർ അടിക്കണം, പിന്നെ സംഘത്തിൽ നിന്ന് ലെറ്റർ എഴുതി മേടിക്കണം, അങ്ങനത്തെ ഇച്ചിരി പരിപാടികൾക്ക് പോകണം, പിന്നെ ഇച്ചിരി ഓർഡറുകളുണ്ട് ഇതെല്ലാം കൊടുക്കണം. അങ്ങനത്തെ ഇച്ചിരി തിരക്കുള്ള ദിവസം കൂടാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ രാവിലെ തന്നെ പിന്നെ ഉണ്ണിയപ്പം ഇടാൻ നിന്നു. ഉണ്ണിയപ്പം ഒക്കെ ഇട്ട് അതിന് ശേഷം നെയ്യപ്പം പിന്നെ പരിപ്പുവട, ഇത്ര ഐറ്റങ്ങളാണ് ഇന്നത് കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ഓർഡറില്ല, എന്നാൽ തെറ്റില്ലാത്ത രീതിയിലുള്ള ഓർഡറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ട് ഇത് നെയ്യപ്പം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് നെയ്യപ്പം ഇടുമ്പോൾ എന്നാണെന്നറിയത്തില്ല, ഞാൻ പറഞ്ഞില്ലേ ആ മണ്ടഭാഗം ഇച്ചിരി വിണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി പച്ചരിയുടെ ആണോ എന്നും അറിയത്തില്ല. എന്താണേലും മയമൊക്കെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ നെയ്യപ്പമൊക്കെ ഇട്ടു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ പോയി ഇട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പോയി തന്നെ ഞാൻ ഉണ്ണിയപ്പം പാക്ക് ചെയ്തു. അതിന് ശേഷം ഞാൻ പരിപ്പോടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കറക്റ്റ് സമയത്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇന്ന് ഇച്ചിരി ലേറ്റ് ആവുകയും ചെയ്തു കേട്ടോ. പിന്നെ ഒരു ദിവസമൊക്കെ ആയതുകൊണ്ട് പിന്നെ ആരും ഒന്നും പറയത്തൊന്നുമില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കൊടുത്തു. വൈകിട്ടായി ഇപ്പം കേട്ടോ. മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നു, മക്കളെ വിളിച്ചുകൊണ്ട് വരണമായിരുന്നു, അതെല്ലാം വിളിച്ചുകൊണ്ട് വന്നു. അപ്പം ഞാൻ ബാൻഡടിക്കാനുള്ള കാര്യങ്ങളും ഇതെല്ലാം കൊടുത്തു. അപ്പം പിന്നെ ഒരു സംഘത്തിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു വീട്ടിൽ വെച്ച്, എല്ലാം കഴിഞ്ഞ് നാളത്തേക്കുള്ള സാധനവും കാര്യങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. മക്കളെ വിളിച്ചുകൊണ്ട് വന്നപ്പം തന്നെ വിളിക്കാൻ പോയപ്പം തന്നെ സാധനം മേടിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ 3 പേരും നനഞ്ഞ് കുളിച്ചാണ് വന്നത് കേട്ടോ. അപ്പോൾ അതിക്ക് എത്തിയപ്പം മഴ പെയ്തു കേട്ടോ.
അങ്ങനെ പിന്നെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് അപ്പം പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി പറക്കി വെച്ചു. മക്കൾക്ക് ചായ കൊടുത്തു. അതിനുശേഷം അരി അടുപ്പത്തിട്ടിട്ട് പിന്നെ ഞാൻ പോയി കുളിക്കാൻ പോയി കേട്ടോ. കുളിച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പം മഴയായതുകൊണ്ട് പിന്നെ കുളിക്കാൻ ഭയങ്കര പാടായിരിക്കും, തണുപ്പും. എന്നിട്ടും ഇപ്പം തന്നെ ചൂടുവെള്ളത്തിലാണ് കുളിച്ചത് കേട്ടോ. അപ്പോൾ അരി ഇപ്പം ഇച്ചിരി കൂടെ വേകാനുണ്ട്, അപ്പോൾ അതവിടെ കിടക്കട്ടെ എന്ന് ഓർത്ത് പിന്നെ ഞാൻ കറി വെക്കാൻ വേണ്ടി നോക്കുവാണ്. കറി ഇന്ന് വെക്കുന്നത് വഴുതനങ്ങ മെഴുക്കുവരട്ടി വെച്ച് മുട്ടയും പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഒരല്പം ഇന്നലത്തെ നമ്മളെ കടച്ചക്ക തീയലില്ലേ, അതും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ മതി. അപ്പോൾ മുട്ട എടുക്കണ്ടെന്ന് ഓർത്തിരുന്നതാണ്. അപ്പോഴത്തേക്കും മക്കൾക്ക് മുട്ട വേണമെന്ന് പറഞ്ഞാൽ പിന്നെ മുട്ടയും കൂടെ എടുത്തേക്കാമെന്ന് ഓർത്തുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് ഇതൊക്കെയാണ് തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് അതിനുള്ള വഴുതനങ്ങ കഴുകി പറക്കി എടുക്കുകയാണ്. കൂട്ടുകാരാരെങ്കിലും ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും. മുന്നിലിരുന്ന വീഡിയോക്കൊക്കെ സപ്പോർട്ട് വരുന്നുണ്ട്. ഒരുപാട് കൂട്ടുകാർ പുതിയതായിട്ട് വരുന്നതും കണ്ടിട്ടോ. അപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും നല്ല സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ മെഴുക്കുവരട്ടിക്ക് അരിയാൻ നിന്ന് കേട്ടോ. അതാ ഇതുപോലെ ഈ 3 വഴുതനയുണ്ട്. പിന്നെ 2 വഴുതന ഞാൻ എടുത്തുള്ളൂ കേട്ടോ. 2 വഴുതനങ്ങയും 2 സബോളയും 2 പച്ചമുളകും കൂടി ഇട്ടാണ് വെച്ചത്. പച്ചരിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ പച്ചരിയൊക്കെ നമ്മൾ വാരി വെച്ച് കേട്ടോ, വെള്ളം തോരാൻ വേണ്ടി. ദോശയ്ക്കോ അല്ല ഇഡ്ഡലിക്കോ അരയ്ക്കാമെന്ന് ഓർത്ത് ഇച്ചിരി ഞാൻ ഉഴുന്നിട്ടിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് എടുത്തുകൊണ്ട് വെച്ചേക്കുന്നത് നാളത്തേക്കുള്ള മെഴുക്കുവരട്ടിക്കെല്ലാം അരിഞ്ഞ് പറക്കി വെക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ പരിപാടി തുടങ്ങിയേക്കുന്നതുകൊണ്ട് അതും പിന്നെ രാവിലെ എഴുന്നേറ്റ് ഈ പച്ചക്കറി അരിയിലൊന്നും എല്ലാം കൂടെ നടക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് നെയ്യപ്പത്തിലിടാനുള്ള തേങ്ങയും രാവിലെ വെക്കാനുള്ള എന്തെങ്കിലും മെഴുക്കുവരട്ടി ഇങ്ങനെയുള്ള എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ കിടക്കുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതേ നമ്മുടെ കഞ്ഞിയൊക്കെ വെന്തു. കഞ്ഞിയൊക്കെ ഊറ്റി അതിന് ശേഷം ഞാൻ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ സബോള ഇട്ട് കൊടുക്കണേ. സബോള നന്നായിട്ട് വരണ്ടിട്ട് വേണം ബാക്കി ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ ഫുൾ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. കറണ്ട് വന്നും പോയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ സബോള ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഉപ്പൂടി ഇട്ട് കൊടുക്കുകയാണെ. ഇത് നന്നായിട്ട് വരണ്ടിട്ട് വേണം നമുക്ക്. എനിക്ക് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെയൊക്കെ വരുന്നു. അപ്പോൾ ഇന്നലെ നല്ല ഉറക്കം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നലത്തെ ഉറക്കമെല്ലാം ഇന്ന് നിൽക്കുകയാണ് കേട്ടോ. അതൊക്കെ ഇതേ അപ്പോൾ സബോള വരണ്ടോണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ബീട്രൂട്ടൂടെ അരിഞ്ഞ് വെച്ചേക്കാമെന്ന് ഓർത്തിട്ട് രാവിലെ മെഴുക്കുവരട്ടി വെക്കാനുള്ള ബീട്രൂട്ടൂടെ അരിയാണ്. അപ്പോൾ ഓരോന്നോരോന്ന് നേരമില്ല, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. എന്തായാലും മക്കൾക്ക് ചോറ് കൊടുക്കാതെ പോയി കിടക്കാൻ പറ്റുമല്ലോ. അപ്പോൾ പിന്നെ ഇതെല്ലാം ധൃതി വെച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കറണ്ടും പോകുന്നു. ആകെപ്പാടെ ഒരു ഇതായിപ്പോയി കേട്ടോ. ഇനി എന്നാ ചെയ്യും, പച്ചരി അരയ്ക്കാനൊക്കെ ഇരിക്കുകയും ചെയ്യുന്നു. നാളെ ചെറിയൊരു ഓർഡറും ഉണ്ട്. എന്നാ ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. കറണ്ട് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് വരും പോകും, വരണം പോവും, അങ്ങനെയായിരുന്നു. പിന്നെ ബൾബൊന്ന് മിന്നിപ്പോയി, അങ്ങനെയൊക്കെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞു തീർന്നില്ല. അതിൻ്റെ അപ്പുറം വീണ്ടും നമ്മുടെ കറണ്ട് പോയി കേട്ടോ. പിന്നെ ഞാനൊരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് കൊണ്ടുവച്ചിട്ടാണ് ഞാനിത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത് നല്ല ക്ലാരിറ്റി തോന്നില്ല, നല്ല ഇരുട്ടായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ സബോള വരണ്ടതിന് ശേഷം നമ്മൾ വഴുതനങ്ങ ഇട്ട് കൊടുക്കുകയാണ്. വഴുതനയും സബോളയും എല്ലാം നന്നായി വരണ്ട് വെന്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയോട് ചേർത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ അതാ നമ്മുടെ മെഴുക്കുവരട്ടിയും കാര്യങ്ങളെല്ലാം റെഡിയായി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മുട്ടയും പൊരിച്ചു കേട്ടോ. അങ്ങനെ ചോറും മുട്ടയും മുട്ട പൊരിച്ചതും പിന്നെ ഇന്നലത്തെ കടച്ചക്ക തീയലും കുറച്ചിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇച്ചിരിച്ചെടുത്ത് അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടിയാണ് ഇന്നത്തെ വൈകിട്ടത്തെ അത്താഴം കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വൈകിട്ടത്തെ അത്താഴം എന്താണെന്ന് വെച്ചാൽ വഴുതനങ്ങ മെഴുക്കുവരട്ടിയ, മുട്ട പൊരിച്ചത്, കടച്ചക്ക തീയൽ, അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതേ ചോറും ഊണും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അടുക്കളയെല്ലാം വൃത്തിയാക്കി പിന്നെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഞാൻ പോയി ഇരുന്നതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത് ചോറൂണ് കഴിഞ്ഞിട്ട് കേട്ടോ. പിന്നെ രാവിലത്തേക്കുള്ള ബീട്രൂട്ടും കാര്യങ്ങളെല്ലാം അരച്ചു, മാവരച്ച് വെച്ചു, നെയ്യപ്പത്തിനുള്ള മാവരച്ച് വെച്ചു. അതെല്ലാം കഴിഞ്ഞ് അടുക്കളയും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി പിന്നെ ഞാൻ ഇതെല്ലാം കൊണ്ട് അടുപ്പിൻ്റെ അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ. മാവ് പുളിക്കണമല്ലോ, അതിനുള്ളത് ദോശ ഇഡ്ഡലിയോ ചൂടാന്ന് ഓർത്തുകൊണ്ടാണ് ഈ മാവ് എടുത്തേക്കുന്നത്. പിന്നെ നെയ്യപ്പത്തിൻ്റെ മാവും കൊണ്ട് വെക്കുക. അതിന് ശേഷം നമ്മൾ തേങ്ങയും ബീട്രൂട്ടും എല്ലാം എടുത്ത് ഫ്രിഡ്ജിലും വെച്ച് കേട്ടോ. കൂട്ടുകാരെങ്കിലും ഈ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. മുന്നിലിടുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തരുന്നത് പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. പുതിയ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട് കേട്ടോ.
അതൊക്കെ കാണുമ്പോഴും കമൻറ്റുകൾ കാണുമ്പോഴും ഒക്കെ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം മുന്നിലിട്ട വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തരുന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.